ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ADGPക്കെതിരായിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരാതി സ്വന്തം ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഉന്നയിച്ചിരിക്കുന്നത്, ബിനോയ് വിശ്വം. ബിനോയ് വിശ്വം എൻ്റെ സ്നേഹിതനാണ്. ഇത്രയും ചോഷാകുലനായിട്ട് ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. 2-3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഞാൻ കാണുകയുണ്ടായി. സ്വന്തം മുന്നണിയിലത്തെ രണ്ടാമത്തെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ, ഞങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യമാണ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGP തൃശ്ശൂരിലെത്തി RSS നേതാക്കന്മാരെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയി കാണുന്നു. രഹസ്യമില്ലെങ്കിൽ സ്വകാര്യമായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം വണ്ടി ഉപേക്ഷിച്ച് പോകണമെങ്കിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടാവണമല്ലോ. ആരും അറിയാതെ പോകണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് പോയത്? അതിനുശേഷം തൃശ്ശൂർ പൂരം കലങ്ങിയ കാര്യം വന്നു. അതിനുശേഷം മറ്റു കാര്യങ്ങൾ വന്നു. CPM തന്നെ പറഞ്ഞു RSSകാരെ കാണാൻ പാടില്ലാത്തതായിരുന്നു. CPI പറഞ്ഞു. എത്ര നാളായിട്ടിത്? എന്നിട്ട് അതെന്താ ചെയ്തിരിക്കുന്നത്? DGP അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. DGP മുഖ്യമന്ത്രിയും ആഭ്യന്തര കൈകാര്യം മുഖ്യമന്ത്രിക്കും കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ട് എന്താണെന്ന് ആർക്ക് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവില്ലേ? മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന റിപ്പോർട്ടല്ലേ DGP കൊടുക്കാൻ പോകുന്നത്. ലോ ആൻഡ് ഓർഡർ ഇപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ADGPക്കെതിരെ അന്വേഷണം നടത്തുമ്പോൾ അന്വേഷണം നടത്തുന്നതിന് വിശ്വാസ്യത വേണമെങ്കിൽ അതിന് ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ഏജൻസിയല്ലേ അന്വേഷിക്കേണ്ടിയിരുന്നത്. അതാണ് അന്വേഷിപ്പിക്കാൻ ഏൽപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് CPMനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കാര്യങ്ങൾ മറക്കാനുണ്ട്. ആ മറക്കാനുള്ള നിലവിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൽ ഒളിച്ചോടാനുണ്ട്. ഇതൊക്കെ ഉപരിയായിട്ട് എനിക്ക് പ്രയാസം തോന്നിയത് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രസ്താവന നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും വിഭാഗത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ശൈലിയിലേക്കല്ല പോകേണ്ടത്. അതിനകത്ത് ആരെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള സംവിധാനം ഉപയോഗിച്ച് നടപടിയെടുത്ത് ഇതാണ് കാര്യമെന്ന് പറയുന്നതിന് പകരം പുകമറ സൃഷ്ടിച്ച് ഒരു നാടിനെ മുഴുവൻ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയായി മാറിയാൽ അത് മോശമാണെന്നാണ് ഞാൻ പറയുന്നത്.